ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ അവിയൽ തയ്യാറാക്കിയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. കുറച്ച് പച്ചക്കറികൾ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഒന്ന് നീളത്തിൽ കനം കുറച്ച് വേണം കേട്ടോ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ പച്ചക്കറികളും ഒരുമിച്ചിട്ട് കൊടുക്കരുത്. പെട്ടെന്ന് വേവുന്ന പച്ചക്കറികൾ നമുക്ക് മാറ്റി വെക്കാം. ആദ്യം വേവുള്ള പച്ചക്കറികളൊന്ന് തിളച്ച് വരുമ്പോൾ ബാക്കിയുള്ള വേവില്ലാത്ത പച്ചക്കറികൾ ഇട്ട് വേവിച്ചെടുത്താൽ മതി. കൂടുതലായിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ, ഒന്നായിട്ട് കൊഴിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ ഒരു 3 അല്ലി കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ച് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെണ്ടക്ക പോലുള്ള പച്ചക്കറികളൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ, എല്ലാം കൂടി കൊഴിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ പച്ചക്കറി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അരക്കപ്പ് തേങ്ങ, ഒരു 7-8 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 പച്ചമുളക് കൂടി ചേർത്ത് ഒന്ന് ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ പൊടിച്ചെടുക്കരുത് കേട്ടോ. ഇനി ഇത് വേവിച്ചെടുത്ത പച്ചക്കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറിയിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ കൂടുതലായിട്ട് പച്ചക്കറി വേവിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇനി ഇത് 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൂടുതൽ നേരം ഇളക്കിക്കൊണ്ടിരിക്കരുത്, പച്ചക്കറികളൊക്കെ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ, അടച്ച് വെക്കുക. വെളിച്ചെണ്ണ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക, എന്നാലേ നമ്മുടെ അവിയലിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കാൻ മറക്കരുത്. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ. നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.